നമുക്ക് മസാല ദോശ കഴിക്കാം. ദാ കഴിക്ക്. എനിക്ക് വരുത്താം. ഈ പെണ്ണിന്റെ ഒരു പൂതി. ആ വാതർക്ക്. ആ ആ ആ ആ ആ. അയ്യേ. ആ ആ. ആ അതെ സാർ, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഇല്ല സാർ, ഞാനും സുജാതയും ജയനും മാത്രമേ ഉള്ളൂ. ആ അറിയാം സാർ. ആ ചെയ്യാം സാർ, അധികം കാലത്ത് തന്നെ സതീഷിനെ വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി സാർ. എപ്പോ വിളിച്ചാൽ ഇങ്ങനെ എൻഗേജ്ഡ് ആണല്ലോ. ഇത് ആരോടെ കത്തിവെക്കുന്നത്? ഈശ്വര, അവള് വിളിച്ചിരിക്കുന്നു. ആരാ സാർ? ആത്മജ ചേച്ചിയാണോ? വേറെ എനിക്ക് ഭീഷണിയൊന്നും ഇല്ലല്ലോ. യോ പിന്നെ വിളിക്കുന്നു. എടുക്ക് സാർ. ചുമ്മാ ഓരോ പിള്ളേരെ കളി പറയാനാണെന്ന്. എന്നാലും അറിയാലോ, എന്തെങ്കിലും അത്യാവശ്യം ആണെങ്കിലോ. എന്തത്യാവശ്യം? ഞാൻ ഇപ്പൊ അല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നെ. എന്നാലും അങ്ങനെ അല്ലല്ലോ. എടുക്ക് സാർ. എടുക്കല്ലേ. ഹലോ ആമി. ഇത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഇത്ര നേരം എൻഗേജ്ഡോ? ആരോടായിരുന്നു നിങ്ങൾ ഇത്ര നേരം കത്തിവെച്ചോണ്ടിരുന്നേ? തീർന്നോ? തീർന്നു. എന്താ? ആ എന്നാ ഞാൻ ഓരോന്നായിട്ട് മറുപടി പറയാം. ഞാനിപ്പോ എവിടെയാണ്? ടൗണിൽ. നീ ഒരുപാട് നേരമായിട്ട് എന്നെ വിളിക്കുന്നു. അതെന്റെ കുഴപ്പമല്ല. എന്റെ ഫോൺ ഇതുവരെ എൻഗേജ്ഡ് ആയിരുന്നു. IG ആയിരുന്നു ഫോണിൽ. ഇനി എന്താ നിനക്കറിയേണ്ടത്? പ്രത്യേകിച്ചൊന്നും അറിയണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. എന്റെ അമ്മി, നടപ്പുള്ള വല്ല കാര്യം പറ. നടപ്പുള്ള കാര്യം തന്നെ പറയുന്നത്. എത്തണമെന്ന് പറഞ്ഞാൽ എത്തണം. ആമി നീ കാര്യം പറ. എനിക്കിപ്പോ മുല്ലപ്പൂവും മസാല ദോശയും വേണം. എന്തോന്ന്? മുല്ലപ്പൂവും മസാല ദോശയും. ഇപ്പൊ ഈ നേരത്തെ ഇങ്ങനെ? ഓ ആ വിവരം കേട്ടവ എന്തെങ്കിലും ഗുലുമാലിപ്പിച്ച് കാണുമല്ലേ? അളിയനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ വെട്ടിക്കുട്ടി പട്ടിക്കിട്ട് കൊടുത്താനെ ആ പരമ നാറിയെ. അത് പറ. ആ ഞാൻ വൈകിട്ടാവും. അത് പറ്റില്ല. ഈ പറഞ്ഞ സാധനങ്ങൾ രണ്ടും എനിക്ക് ഇപ്പൊ കിട്ടണം. എന്റെ അമ്മി ഞാനൊന്ന് പറയട്ടെ. ഒരു കുന്തോ പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. 1/2 മണിക്കൂർ ഞാൻ നോക്കും. അതിനുള്ളിൽ എനിക്ക് മുല്ലപ്പൂവും മസാല ദോശയും കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ആമി ആരാണെന്ന് നിങ്ങൾ അറിയും. എന്റെ ആമി പ്ലീസ്. ഞാനൊന്ന് ആമി ഞാൻ ആമി ഹലോ കട്ടാക്കിയോ?